എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഉടൻ ആരംഭിക്കുന്നതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നിങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസാണ് വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലെങ്ത്ത് കുറച്ച് കൂടിയേക്കും, ഞാൻ അതിന് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഉടൻ ആരംഭിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് മുക്കിക്കെട്ട അലോട്ട്മെൻറ്റ്, അതായത് മുക്കിക്കെട്ട അലോട്ട്മെൻറ്റുകളിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കുന്നവർക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാം. പിന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാം. പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്നൊരു കാര്യമാണ്, ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ട്രാൻസ്ഫർ നടത്തുവാനായിരുന്നെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് നടത്തിയേനെ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് എല്ലാ വർഷവും ഒരു ട്രാൻസ്ഫർ നടത്തുമായിരുന്നു. ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കൊന്നും ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായി അപേക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഈ വർഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം എപ്പോഴാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ജൂലൈ 10 ശേഷമാണ് ട്രാൻസ്ഫർ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ട്രാൻസ്ഫർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രാൻസ്ഫറിന് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമല്ല ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കുക. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക? നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിലെ പ്രൊഫൈൽ എന്ന ലിങ്ക് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. HSCAP എന്ന വെബ്സൈറ്റിൽ കയറുക. ഇപ്പോൾ കയറണ്ട, അതിൻ്റെ ടൈം അയക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ശേഷം എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലിങ്ക് അവിടെ ഇല്ല. ആ ലിങ്ക് എന്ത് ചെയ്യും, അവിടെ പുതുതായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആവശ്യമുള്ള സ്കൂളും കോഴ്സും എൻ്റർ ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്നത് നിങ്ങളുടെ അന്തിമ സ്കൂളായിരിക്കും. അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്, അബദ്ധത്തിൽ കളിക്കരുത്. നിങ്ങൾക്ക് വേണ്ടാത്ത സ്കൂളും കോഴ്സും കൊടുക്കരുത്. വേണ്ട സ്കൂളും കോഴ്സും മാത്രം കൊടുക്കുക. ചിലപ്പം ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, കൂട്ടുകാർ അങ്ങനെയൊക്കെ പറയും, എന്താണ്, എടാ ഞങ്ങൾ ചിലപ്പോൾ കുറേ കൂട്ടുകാരിൽ ഒന്നിച്ച് ഇന്ന സ്കൂളിലാണ്, നീ മാത്രം ഒറ്റപ്പെട്ടു പോയില്ലേ, നീ ട്രാൻസ്ഫർ വെച്ച് ഇങ്ങോട്ട് വാ, നമുക്ക് അടിച്ചു പൊളിക്കാം, നമുക്ക് 2 വർഷം കൂടെ സുഖിച്ച് നടക്കാം, നമുക്ക് അടിച്ചും പൊളിച്ചും തകർത്തും തിമിർത്തും നടക്കാം എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾക്ക് ആ കോഴ്സിനോടും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് അപേക്ഷ വെക്കരുത്. കാരണം എന്താണ്, നിങ്ങൾക്ക് ആ കോഴ്സ് പിന്നീട് പഠിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതായത് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടുകൂടി ഒരു കോഴ്സിന് പോകുന്നതിനേക്കഴിഞ്ഞ് നല്ലത് എന്തു തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും സ്വന്തം താല്പര്യത്തോടെ ഒരു കോഴ്സ് എടുക്കുന്നതാണ്. നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് അന്തിമ വിധിയായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് 2 വർഷത്തേക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഇഷ്ടമുള്ള സ്കൂളോ ഇഷ്ടമില്ലാത്ത സ്കൂളോ ഇഷ്ടമുള്ള കോഴ്സോ ഇഷ്ടമില്ലാത്ത കോഴ്സോ ആണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു അപ്പീൽ പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെ കടന്ന് കരഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ 2 വർഷം പഠിക്കണം. ഇനി നിങ്ങൾക്ക് എന്ത് വന്നിട്ടും 2 വർഷം പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, TC മേടിച്ച് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും. 2 ഓപ്ഷനാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളോ ഇഷ്ടമില്ലാത്ത സ്കൂളോ, ഇഷ്ടമുള്ള
കോഴ്സോ ഇഷ്ടമില്ലാത്ത കോഴ്സോ ഏത് ലഭിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സ്വീകരിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്കിനി ഒരു രീതിയിലും സ്വീകരിക്കാൻ പറ്റില്ല, ഞാൻ എന്ത് വന്നാലും അഡ്മിഷൻ എടുക്കുകയല്ല എന്ന് ബലം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും, നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലാകും, TC നിങ്ങൾക്ക് മടക്കിത്തരും. പിന്നെ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാൻ പറ്റില്ല. ഈ വർഷം പഠിക്കാൻ പറ്റും എവിടെ? പ്രൈവറ്റ് സ്കൂളുകളിൽ. പ്രൈവറ്റ് സീറ്റുകൾ 50,000-ന് മേലെ കേരളത്തിൽ ഇപ്പോഴും നിലവിലിപ്പുണ്ട്. 50,000 സീറ്റുകൾക്ക് മേലെ. മെറിറ്റ് കോട്ടയെ പോലെ 7,000, 8,000, 1,000, 2,000, ചില ജില്ലയിലൊക്കെ 10,000, 200 അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ 14 ജില്ലകളിലും കൂടെ കൂട്ടി 50,000-ന് മേലെ പ്രൈവറ്റ് സീറ്റുകളുണ്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് സീറ്റുകളിൽ മാത്രമേ പിന്നെ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഈ വർഷം പിന്നെ ഗവൺമെൻറ് പോലും. പിന്നെ ഗവൺമെൻറ് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു വർഷം പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സും സ്കൂളും തിരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചടിയാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്കങ്ങനെ പരിചയമുള്ളവരുണ്ട്. കൂട്ടുകാരുടെ പുറകെ പോയി സയൻസ് എടുത്ത് വിട്ടുപോയവരുണ്ട്. സയൻസ് കോഴ്സിനെ കുറ്റം പറഞ്ഞല്ല. കാരണം ഒരുത്തന് ചിലപ്പോൾ സയൻസ് പറ്റും, അവൻ്റെ ഉറ്റ സുഹൃത്തിനെ ചിലപ്പോൾ സയൻസിലേക്ക് വിളിക്കും. ഇവൻ വിചാരിക്കും ഉറ്റ സുഹൃത്തിൻ്റെ കൂടെ 2 വർഷം പഠിക്കാൻ വന്ന് ഇവൻ പോവും. പക്ഷേ സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആ പോയവന് സയൻസ് പഠിക്കാൻ പറ്റുമായിരിക്കും, അവന് സയൻസിൻ്റെ കാര്യങ്ങളെല്ലാം അവന് തലയിൽ കയറുമായിരിക്കും, പക്ഷേ സയൻസ് എല്ലാം മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഈ പിന്നെ പോയവൻ, ഈ രണ്ടാമത് പോയവൻ എന്തായിരിക്കും സംഭവിക്കുക? ഇവന് സയൻസിനോടായിരിക്കുകയാണ് താല്പര്യം. ഇവനന്നേരം സയൻസിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. മറ്റവൻ ജയിച്ചെങ്കിലും പോകും, ഇവൻ ഫെയിലായി അവിടെ കിടക്കുകയും ചെയ്യും. ഇതായിരിക്കും സംഭവിക്കുക. അതേസമയം നിങ്ങൾ ഇഷ്ടമുള്ളൊരു കോഴ്സാണ് പോയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ ഒപ്പം പോകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. കൂട്ടുകാരുടെ ഒപ്പം പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും. നിങ്ങളിപ്പോൾ ഏത് സ്കൂളിൽ ചെന്നാലും ഏത് കോഴ്സ് ചെന്നാലും നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും, അത് ഉറപ്പാണ്. അല്ലാതെ നിങ്ങൾ മാത്രമായിരിക്കുകയല്ലോ ഒരു സ്കൂളിൽ ഒരു കോഴ്സിൽ എന്തു വന്നാലും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ പുറകെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യണം? കോഴ്സും സ്കൂളും തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പറ്റൂ, നിങ്ങൾക്കതിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ പറ്റുകയുള്ളെന്ന് നിങ്ങൾ ഓർത്ത് ഇരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് മുന്നോട്ട് വെക്കാൻ പറ്റൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഇപ്പോൾ SLCയിലും +2ലും SLCയിൽ നിങ്ങൾ വളരെ കുറഞ്ഞ മാർക്കോടെ നിങ്ങൾ +2ലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ്, നിങ്ങളുടെ മനസ്സിനോട് പൊരുത്തപ്പെടുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിങ്ങൾ SLCയിൽ എത്ര മോശം മാർക്ക് മേടിച്ച ഒരാളായാലും നിങ്ങൾക്ക് +2ൽ നല്ല രീതിയിൽ മാറിക്കാം. കാരണം എൻ്റെ അഭിപ്രായം തന്നെ, സ്വന്തം അഭിപ്രായം ഞാൻ പറയുക, ഞാൻ SLCയിൽ അത്ര നന്നായിട്ട് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നില്ല. പക്ഷേ ഞാൻ +2ന് ഹ്യൂമാനിറ്റീസാണ് എടുത്തത്. ഞാൻ ആഗ്രഹിച്ച് മോഹിച്ചെടുത്ത കോഴ്സാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഹ്യൂമാനിറ്റീസ് എന്ന കരിയറിൽ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റി. ആ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എന്ത് ചെയ്തു, നമ്മളിപ്പം പണിയെടുത്താൽ മാത്രമല്ല, പണിയെടുത്ത് കഴിയുമ്പം നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ശമ്പളം ലഭിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഹ്യൂമാനിറ്റീസ് എൻ്റെ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്തുകൊണ്ട് അതിൽ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗുണം എനിക്ക് +2 റിസൾട്ട് കിട്ടി. +2 റിസൾട്ടും എൻ്റെ SLC റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ തന്നെയാണോ എന്ന്, എൻ്റെ +2 റിസൾട്ടും എൻ്റെ SLC റിസൾട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഞാൻ അങ്ങനെ പഠിച്ചതാണോ എന്ന്. കാരണം SLCയിൽ എനിക്ക് തീരെ മാർക്ക് കുറവാണ്, +2ൽ നല്ല മാർക്കോടെ പാസ്സായി. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ എനിക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഏത് കോഴ്സാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടതാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സ്റ്റാറ്റി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ IT ആയിക്കോട്ടെ, പോളിടെക്നിക് ആയിക്കോട്ടെ, ഏത് മേഖലയിലേക്ക് പോകുന്നതിലും നിങ്ങളുടെ മനസ്സിനത് പൊരുത്തപ്പെടണം. എനിക്കിതിൽ ഇന്ന മേഖലയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഇന്ന മേഖലയിൽ ഞാൻ ശോഭിക്കും. എൻ്റെ 2 വർഷത്തെ കോഴ്സായിക്കോട്ടെ, എത്ര വർഷത്തെ കോഴ്സായാലും, ഞാൻ 1 വർഷത്തെ കോഴ്സേ ഉള്ളെങ്കിലും എനിക്കതുകൊണ്ട് എന്ത് ചെയ്യില്ല, നഷ്ടം വരില്ല. ഞാനിതിൽ
നല്ല രീതിയിലുള്ള നേട്ടം കണ്ടെത്തുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നണം. നമ്മുടെ മനസ്സിനൊരു സബ്ജക്റ്റ് പൊരുത്തപ്പെടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്കതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കാര്യം എടുക്കുകയാണെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളും പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സും മാത്രമേ നിങ്ങൾ നൽകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടിയാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ അനുഭവിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് പരിചയമുള്ളവരൊക്കെ അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ട്. കാരണം SLCയിലൊക്കെ നല്ല മാർക്കോട് നേടി വന്നിട്ട് പ്ലസ് ടുവിൽ ഇഷ്ടമില്ലാത്ത വേറൊരു കൂട്ടുകാരുടെ പുറകെ പോയി അവൻ്റെ കൂടെ പോയി കോഴ്സ് എടുത്തു. പക്ഷെ അവൻ നല്ല രീതിയിൽ അത് കയറിപ്പോയി. എനിക്ക് ജസ്റ്റ് പാസ്സായി പോകാനേ പറ്റുള്ളൂ. SLCയിൽ ഞാൻ എങ്ങനെ പഠിച്ചവനാ, ഫുൾ A+ മേടിച്ചു. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ചു, ജസ്റ്റ് പാസ്. എന്താണ് അവിടെ സംഭവിച്ചത്? SLC വരെ കോമൺ ആയതുകൊണ്ട് അവന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ SLCക്ക് ശേഷം ഇവൻ്റെ കരിയർ എന്തായിരുന്നു? വേറെയായിരുന്നു. ഇവൻ മറ്റവൻ്റെ പുറകെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? മറ്റവൻ്റെ കരിയർ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റവൻ പോയ കോഴ്സ് ഇവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇവന് ജസ്റ്റ് പാസ്സാകാനേ പറ്റുള്ളൂ. പക്ഷേ ഇവൻ്റെ ഇഷ്ടത്തിന് പോവുകയായിരുന്നെങ്കിൽ, ഇവൻ ഇഷ്ടപ്പെട്ട കോഴ്സിന് പോവുകയായിരുന്നെങ്കിൽ ഇവൻ SLCയിൽ ഫുൾ A+ ലഭിച്ചതുപോലെ തന്നെ പ്ലസ് ടുവിൽ ഇവൻ 6 A+ ലഭിച്ച് പാസ്സാകാൻ, നല്ല 100-ൽ ഒരു 95-96% മേടിച്ച് പാസ്സാകായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഡിഗ്രിക്ക് നല്ല കോഴ്സ് എടുത്ത് അവൻ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് കയറി പോവായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷനിൽ പ്ലസ് ടു മാർക്ക് വളരെ വലിയൊരു ഘടകമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നൽകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂളും പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സും മാത്രമേ നൽകാൻ പാടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.